Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. വീതി ഉള്ളിടത്ത് വീണ്ടും വീതി കൂട്ടും. കുപ്പിക്കഴുത്ത് കുപ്പിക്കഴുത്തായി തന്നെ നിലനിൽക്കും. അങ്കമാലി നഗരസഭയ്ക്കും വ്യാപാര ഭവനും മധ്യേയുള്ള വിവാദ റോഡ് കട്ടവിരിക്കുന്നു. റോഡ് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളും പരാതികളും നിലനിൽക്കെയാണ് നഗരസഭയുടെ എടുത്തുചാട്ടം. TB ജംഗ്ഷൻ മുതൽ നഗരസഭാ കാര്യാലയത്തിന്റെ പ്രവേശന കവാടം വരെ 142 മീറ്റർ നീളമുള്ള റോഡാണിത്. ഇതിൽ TB ജംഗ്ഷൻ മുതലുള്ള 112 മീറ്റർ ഭാഗത്ത് 2 ലോറികൾക്കു വരെ കടന്നുപോകാവുന്ന വീതിയുണ്ട്. പിന്നീടുള്ള 40 മീറ്റർ ഭാഗത്ത് 2 പേർക്ക് ഒരുമിച്ച് നടന്നു പോകാനുള്ള വീതി പോലുമില്ല. ഈ ഭാഗത്താണ് തർക്കം നിലനിൽക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ റോഡിലേക്ക് ഇറക്കി മതിൽ കെട്ടി എന്ന ആക്ഷേപമാണ് തർക്കത്തിനും നിയമപ്രശ്നങ്ങളിലേക്കും വഴി തുറന്നത്. വ്യാപാര ഭവൻ കെട്ടിടത്തിലെ ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് റോഡ് കയ്യേറിയാണെന്നും പരാതി ഉയർന്നു. അതേസമയം കയ്യേറ്റമുണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ കൈവശാവകാശത്തിലുള്ള ഭൂമിയുടെ അതിർത്തിയിൽ ഭിത്തി കെട്ടിത്തിരിക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ നഗരസഭ തന്നെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ മതിൽ നിർമ്മാണവും ജനറേറ്റർ സ്ഥാപിക്കലും അനധികൃതമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണെന്ന് പരാതിക്കാരിയായ റീജ രാജ് പറയുന്നു. അങ്കമാലി നഗരസഭയിലെ വ്യാപാര ഭവനും നഗരസഭയ്ക്കും ഇടയിലായിട്ടുള്ള വഴി കുറേ കാലമായിട്ട് തർക്കത്തിൽ തന്നെയാണ്. ഇപ്പോൾ നഗരസഭ ഒരു 10 ലക്ഷം രൂപ അനുവദിച്ച് ഈ പ്രാവശ്യത്തെ റോഡ് പണികളുടെ കൂട്ടത്തിൽ ഇതും ടൈല് വിരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഞാൻ പല പ്രാവശ്യം മുന്നേ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇതിൻ്റെ മുന്നിലായിട്ട് വ്യാപാര ഭവൻ ഒരു ദിവസം രാത്രിയിൽ കെട്ടിയ അനധികൃത മതിൽ നിർമ്മാണമുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ടൈല് വിരിക്കാൻ പോകണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ തൽക്കാലം എന്നോട് പറഞ്ഞത് ഇത് ബാക്കിലായിട്ട് ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ കുറച്ച് ലെവൽ ചെയ്യാനും പൊട്ടിച്ച് അവിടെ ഇവിടെയൊക്കെ കയ്യേറി നിൽക്കുന്നതൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്ത് കെട്ടി അത് ഫില്ല് ചെയ്ത് ടൈല് വിരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ മതിൽ നിർമ്മാണം അനധികൃതമാണെന്ന് ഓംബുഡ്സ്മാനിലേക്ക് കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുത്തത് അങ്കമാലി നഗരസഭ തന്നെയാണ്. ഈ വഴിയിലിരിക്കുന്ന ജനറേറ്റർ അത് അനധികൃതമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നഗരസഭ തന്നെയാണ്. ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് നഗരസഭയാണ്. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും നേരം വിളിച്ചാകുമ്പോൾ എണീറ്റ് അവരവരുടെ പറമ്പിൽ നിന്നും വേറൊരാളുടെ പറമ്പിലേക്ക് കയറ്റി കെട്ടാൻ പറ്റും. അത് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഭരണഘടനയെ അനുസരിക്കുന്നത് കൊണ്ടും നാട്ടിലെ നിയമം അനുസരിക്കാൻ തയ്യാറാവുന്നത് കൊണ്ടുമാണ്. അത് നടപ്പാക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അത് നടപ്പാക്കാതെ 1 വർഷമായിട്ട് ഈ മതിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ നഗരസഭയെ ചോദിക്കുമ്പോൾ അത് പൊളിക്കാൻ ഓർഡർ ആയിട്ടുണ്ട്, പക്ഷേ പൊളിക്കാണ്ടിരിക്കുകയാണ്. അത് ഓരോരോ കോംപ്രമൈസുകൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അങ്കമാലി നഗരത്തിൽ ഇത്രയും ശ്വാസം മുട്ടിക്കണ രീതിയിൽ നഗരങ്ങളിൽ കൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നേക്കുന്നത്. 112 മീറ്ററുള്ള ഒരു വഴി 40 മീറ്ററിലാണ് ഈ കുടിസായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ടോറസ് കയറി വരാവുന്ന ഒരു സ്ഥിതിയിലിരിക്കുന്ന വഴിയാണ്. ഇത്ര മോശമായിട്ട് അങ്കമാലിയിലെ വ്യാപാരി സമൂഹം ചെയ്യരുത്. ഒരു ജനങ്ങളോടുള്ള ഒരു കടപ്പാടെന്നുള്ള നിലയിൽ അവിടെ ഒന്നുകിൽ നഗരസഭ സ്ഥലം വിട്ടുകൊടുക്കുക. അവർ മതിൽ കെട്ടി തിരിച്ചു വെച്ചേക്കുന്ന ഗാർഡൻ മാത്രമാണത്. ഒന്നുകിൽ നഗരസഭ സ്ഥലം വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വ്യാപാരികൾ ഈ മതിൽ അനധികൃതമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നതാണ് അത് പൊളിച്ച് മാതൃക കാട്ടി ജനങ്ങളെ വെല്ലുവിളിക്കാതെ ജനങ്ങൾക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് 10 ലക്ഷം രൂപ ജനങ്ങളുടേതാണ്, അത് വേസ്റ്റ് ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ സ്ഥിതിയിൽ തന്നെ റോഡിൽ കട്ടവിരിക്കാനാണ് നഗരസഭ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. റോഡരികിലുള്ള ബാർ ഹോട്ടലിന്റെ എതിർഭാഗത്ത് റോഡ് നിരപ്പാക്കുന്നതിനായുള്ള പൊളിക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ബാർ ഹോട്ടലിന്റെ ഒരു ഭാഗം തന്നെ റോഡിലേക്ക് കയ്യേറിയാണ് പണിത് വച്ചിരിക്കുന്നത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. വ്യാപാര ഭവൻ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലും അപാകതകളുള്ളതായും ആക്ഷേപമുയരുന്നു. കെട്ടിടത്തിന്റെ മുകൾ നിലകളിലെ നിർമ്മാണങ്ങൾ അനധികൃതമാണെന്നും
ഗതാഗതം സുഗമമാക്കാൻ സമരം നടത്തിയ വ്യാപാരികൾ ജനങ്ങളോടുള്ള കടപ്പാട് പ്രകടമാക്കണമെന്നും മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അഭിപ്രായപ്പെട്ടു. ഇത് അങ്കമാലി പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പുതിയ റോഡ് അങ്കമാലി മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് കട്ടവിരിക്കാൻ പോകുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ TB ജംഗ്ഷനിൽ നിന്നും വരുന്ന ഈ റോഡ് 2 ടോറസ് വണ്ടി പോകാനുള്ള വീതിയുണ്ട്. പക്ഷേ അങ്ങ് മുനിസിപ്പാലിറ്റിയുടെ സൈഡിലൂടെ പോകുമ്പോൾ ഒരു വശത്ത് മുനിസിപ്പൽ ഓഫീസ്, മറുവശത്ത് നമ്മൾ കാണുന്നത് അങ്കമാലിയിലെ വ്യാപാര ഭവൻ കെട്ടിടമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ കുപ്പിക്കഴുത്തായി മാറുന്നു. ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള വഴിയില്ല. ഇവിടെ അങ്കമാലി വ്യാപാര ഭവൻ കെട്ടിടത്തിൻ്റെ ഒരു കെട്ടിടം കഴിഞ്ഞു കിടക്കുന്ന ഭാഗം അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ സുഗമമായി നല്ലൊരു വഴിയുണ്ടാകും. പക്ഷേ അതേസമയം ഈ വ്യാപാര ഭവൻ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അവരോട് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഒരു കെട്ടിടവും നഷ്ടപ്പെടുന്നില്ല, അരികിൽ കിടക്കുന്ന അല്പം സ്ഥലം വിട്ടുകൊടുത്താൽ നല്ലൊരു റോഡുണ്ടാകും. പക്ഷേ നിങ്ങളൊക്കെ നിങ്ങളുടെ മുകളിൽ നടത്തിയിരിക്കുന്ന നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റോഡ് അല്പം വീതി കൂട്ടാൻ ഒരു 10 സ്ക്വയർ മീറ്റർ സ്ഥലം പോലും വരുന്നില്ല. നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ? നിങ്ങൾ ഈ അടുത്ത കാലത്ത് അങ്കമാലിയിലെ വ്യാപാരികൾ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രക്ഷോഭണ പരമ്പര നടത്തിയവരല്ലേ? ഇവിടെ എന്തായിരുന്നു വ്യാപാരികളുടെ സമരം? അങ്ങനെയുള്ള നിങ്ങളാണ് 1 ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാതെ ഈ റോഡൊന്ന് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വീതി, അല്ല ഒരു ലോറി പോകാനുള്ള വീതി നിങ്ങൾക്കൊരു അല്പസ്ഥലം വിട്ടുകൊടുത്താൽ ഉണ്ടാകും. ഇനി നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് അല്പസ്ഥലം വിട്ടുകൊടുത്താൽ ഈ റോഡ് ലോറി പോകാവുന്ന വീതി ആക്കാൻ കഴിയും. അതിന് മുനിസിപ്പാലിറ്റി തയ്യാറാകണം. ഇത് അങ്കമാലിയിലെ പഴയ മാർക്കറ്റ് ഇരുന്ന സ്ഥലമാണ് ഇന്ന് അങ്കമാലി മുനിസിപ്പൽ ഓഫീസ് ഇരിക്കുന്നത്. അതിലൂടെ റോഡ് ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ഓഫീസ് പണി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഗേറ്റ് അടച്ചുപൂട്ടിയപ്പോൾ കേരള ഹൈക്കോടതി ഞാനൊരു പൊതു താല്പര്യ ഹർജി കൊടുത്ത് അത് പകൽ സമയം മുഴുവൻ ആ ഗേറ്റ് തുറന്നു വെക്കണം എന്ന ഓർഡറുണ്ട്. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗേറ്റ് മാത്രം തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു പക്ഷേ ഞാൻ ഹൈക്കോടതിയെ ഇതിനെ സമീപിക്കേണ്ടി വരും. പക്ഷേ ഈ റോഡ് സുഗമമാക്കുകയാണെങ്കിൽ TB ജംഗ്ഷൻ മുതൽ അങ്കമാലി KSRTC സ്റ്റാൻഡിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും എല്ലാം പോകാനുള്ള നല്ലൊരു വഴിയാണ്. അല്പമെങ്കിലും പൊതു താല്പര്യമുണ്ടെങ്കിൽ, പൊതുജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ വ്യാപാര ഭവൻ്റെ അധികാരികൾ, അങ്കമാലിയിലെ വ്യാപാരി വ്യവസായികൾ ഈ വഴി അല്പം വിട്ടുകൊടുത്ത് ഈ വഴി സുഗമമാക്കണം. അല്ലാത്ത പക്ഷേ ഇവിടുത്തെ പൊതുജനങ്ങൾ സമരത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. പൊതുജനങ്ങളുടെ ഒരു സമരം ഇതിൻ്റെ മുമ്പിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വ്യാപാരികളോ അല്ലെങ്കിൽ നഗരസഭയോ തങ്ങളുടെ അല്പം സ്ഥലം വിട്ടു നൽകി കുപ്പിക്കഴുത്ത് ഒഴിവാക്കണം. അല്ലാതെ 10 ലക്ഷം രൂപ മുടക്കി നടത്തുന്ന കട്ടവിരിക്കൽ ഗുണം ചെയ്യില്ല. റോഡ് വീതി കൂട്ടും മുൻപ് തിരക്കിട്ട് കട്ടവിരിക്കൽ നടത്തുന്നതിന് പിന്നിൽ നഗരസഭാ ഭരണസമിതിയും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്നുള്ള ഗൂഢാലോചനയാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുത്തു നിൽക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഈ റോഡ് കട്ടവിരിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഒരു ഓട്ടോറിക്ഷയ്ക്കോ സ്കൂട്ടറിനോ 2 ആൾക്ക് മുട്ടാതെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ കട്ടവിരിക്കുന്ന പണി നടത്തേണ്ടത് അവിടെ റോഡിന് വീതി കൂട്ടിക്കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേസ്റ്റാണ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.